ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഫിഫ്ത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും ഫോർത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് എക്കണോമിക് ഓപ്പറേഷനാണ്. ഇതാണ് അതിൻ്റെ സിലബസ്. എൻ്റെ ആദ്യത്തെ ഒരു ടോപ്പിക്ക് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ എക്കണോമിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ഒരു പവർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് ജനറേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ലോഡ് ഡിമാൻഡ് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ആ ലോഡ് ഡിമാൻഡിനെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്ലസ് ലോസസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് പ്ലസ് ലോസസ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഏതൊക്കെ ജനറേറ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ എക്കണോമിക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മിനിമൈസ് ദ ഫ്യൂവൽ കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ തെർമൽ പ്ലാന്റ്സ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടിന് പ്രൊപ്പോർഷണൽ. ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിന് പ്രൊപ്പോർഷണലായിരിക്കും, ഫ്യൂവൽ കോസ്റ്റിന് പ്രൊപ്പോർഷണലായിരിക്കും. അപ്പോൾ ഈ ഫ്യൂവൽ കോസ്റ്റിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ എക്കണോമിക്കലായിട്ട് നമുക്ക് ഏതൊക്കെ ജനറേറ്റേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്താൽ എക്കണോമിക്കായിട്ട് നമുക്കിതിനെ ഷെഡ്യൂൾ ചെയ്യാം, ജനറേഷൻ ഷെഡ്യൂൾ ചെയ്യാം, ഏതൊക്കെ ജനറേറ്റേഴ്സ് ഏതൊക്കെ ടൈമിൽ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് എന്തിൽ ഡിസൈഡ് ചെയ്യുന്നത്, എക്കണോമിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. So in a practical power system, economic operation, in a practical power system, the power plants are not located at the same distance from the center of loads and their fuel costs are different. Okay, fuel cost ഒക്കെ different ആയിരിക്കും. Also under normal operating condition, the generation capacity എന്ന് പറഞ്ഞാൽ is more than the total demand and losses. അതാണ് ഞാൻ പറഞ്ഞത്, ജനറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ലോഡ് പ്ലസ് ലോസസിനേക്കാളും കൂടുതലായിരിക്കും. സോ ദസ് ദർ ആർ മെനി ഓപ്ഷൻസ് ഫോർ ഷെഡ്യൂളിംഗ് ജനറേഷൻ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 4 ജനറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 4 ജനറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ആ ജനറേറ്റേഴ്സിനെ ഏതൊക്കെ കോമ്പിനേഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്റ്റിമം ജനറേഷൻ, അല്ലെങ്കിൽ എക്കണോമിക്കായിട്ട് എനിക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാം, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ ആൻ ഇൻ്റർകണക്റ്റഡ് പവർ സിസ്റ്റം ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഫൈൻഡ് ദ റിയൽ ആൻഡ് റിയാക്റ്റീവ് പവർ ഷെഡ്യൂളിംഗ് ഓഫ് ഈച്ച് പവർ പ്ലാന്റ് ഇൻ സച്ച് എ വേ ആസ് ടു മിനിമൈസ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. സോ നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇതിൻ്റെ റിയൽ ആൻഡ് റിയാക്റ്റീവ് പവർ ഷെഡ്യൂളിംഗ് എങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാം, അതാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ ജനറേറ്റേഴ്സ് റിയൽ ആൻഡ് റിയാക്റ്റീവ് പവർ ആർ അലൗഡ് ടു വേരി വിത്തിൻ സർട്ടൺ ലിമിറ്റ്സ് സോ ആസ് ടു മീറ്റ് എ പർട്ടിക്കുലർ ലോഡ് ഡിമാൻഡ് വിത്ത് മിനിമം ഫ്യൂവൽ കോസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്ക് ജനറേറ്റേഴ്സിൻ്റെ റിയൽ ആൻഡ് റിയാക്റ്റീവ് പവേഴ്സിനെ നമുക്കൊരു അലവബിൾ ലിമിറ്റ്സിൽ വേരി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു PI എന്ന് പറയുന്നതാണ് എൻ്റെ ജനറേഷൻ എന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു മിനിമം ഉണ്ട്, ഒരു മാക്സിമം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കിതിനെ വേരി ചെയ്യാൻ പറ്റും. സോ ആസ് ടു മീറ്റ് എ പർട്ടിക്കുലർ ലോഡ് ഡിമാൻഡ് വിത്ത് മിനിമം ഫ്യൂവൽ കോസ്റ്റ്. ദിസ് ഈസ് കോൾഡ് ഒപ്റ്റിമൽ പവർ ഫ്ലോ പ്രോബ്ലം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒപ്റ്റിമൽ പവർ ഫ്ലോ പ്രോബ്ലം എന്ന് പറയുന്നത്. The optimal power flow is used to optimize the power flow of large scale power system. Okay. Now the most important concern in the planning and operation of electric power generation system is the effective scheduling of all generators. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു പവർ ജനറേഷൻ സിസ്റ്റത്തിൻ്റെ പ്ലാനിങ് ആൻഡ് ഓപ്പറേഷനൊക്കെ ഇതിൻ്റെ എഫക്റ്റീവ് ഷെഡ്യൂളിംഗ് ഓഫ് ഓൾ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് നെസസറി ആണ് ടു മീറ്റ് ദ റിക്വയർഡ് ഡിമാൻഡ്. So economic load dispatch എന്ന് പറഞ്ഞാൽ is a phenomena where an optimal combination of power generating units are selected so as to minimize the total fuel cost while satisfying the load demand and several operational constraints. Okay, നമ്മൾ ലോഡ് ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് ഫ്യൂവൽ കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ കോമ്പിനേഷനിൽ ജനറേറ്റിംഗ് യൂണിറ്റ്സിനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എക്കണോമിക്കായിട്ട് ലോഡ് ഡിസ്പാച്ച് ചെയ്യാം, അതാണ് എന്തിൽ പറയുന്നത്, എക്കണോമിക് ലോഡ് ഡിസ്പാച്ച്. Okay, the economic load dispatch can be defined as the process of allocation of generation level to the generating units so that the system load is supplied entirely and most economical. Okay, economically നമുക്ക് ഇതിനെ എങ്ങനെ സപ്ലൈ ചെയ്യാം. The objective of economic load dispatch is to minimize the overall cost of generation. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവറോൾ കോസ്റ്റ് ഓഫ് ജനറേഷൻ മിനിമൈസ് ചെയ്ത് എക്കണോമിക്കലായിട്ട് ലോഡ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
Now the economic load dispatch problem involves the solution of two different problems. ഇതിൽ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ് നമ്മളിതിൽ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ യൂണിറ്റ് കമ്മിറ്റ്മെൻറ്റ് പ്രോബ്ലം ആണ്. എന്താണ് വേറെ ഇറ്റ് ഈസ് റിക്വയർഡ് ടു സെലക്ട് ഒപ്റ്റിമലി ഔട്ട് ഓഫ് ദി അവൈലബിൾ ജനറേറ്റിംഗ് സോഴ്സസ് ടു ഓപ്പറേറ്റ് to meet the expected load and provide a specified margin. അപ്പോൾ അതിൽ യൂണിറ്റ് കമ്മിറ്റ്മെൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ സോഴ്സസ് ഏതൊക്കെ ജനറേറ്റിംഗ് യൂണിറ്റ്സിനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് എന്താണ് ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്താണ് ഒരു സ്പെസിഫൈഡ് മാർജിനും കൂടെ പ്രൊവൈഡ് ചെയ്തേക്കും. സ്പെസിഫൈഡ് മാർജിൻ ഓഫ് ഓപ്പറേറ്റിംഗ് റിസർവ് ഒരു ഇത്ര ഒരു മെഗാവാട്ട് ഓപ്പറേറ്റിംഗ് റിസർവ് കപ്പാസിറ്റിയിൽ വെച്ചേക്കും. അതാണ് യൂണിറ്റ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്കണോമിക് ഡിസ്പാച്ച് ആണ്. വെറൻറ്റ് ഈസ് റിക്വയർഡ് ടു ആ ഓൺലൈൻ എക്കണോമിക് ഡിസ്പാച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? സോ ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് എമംഗ് ദ ജനറേറ്റിംഗ് യൂണിറ്റ്സ് ഇൻ എ സച്ച് എ മാനർ ആസ് ടു മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് സപ്ലൈയിങ് ദ മിനിറ്റ് ടു മിനിറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ സിസ്റ്റം. നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ജനറേറ്റിംഗ് യൂണിറ്റ്സിൽ ലോഡ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, എക്കണോമിക്കലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഓൺലൈൻ എക്കണോമിക് ഡിസ്പാച്ച്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. സോ എക്കണോമിക് ലോഡ് ഡിസ്പാച്ചിൽ രണ്ട് കേസ് വരുന്നുണ്ട്. ഓൺലൈൻ എക്കണോമിക് ഡിസ്പാച്ച് അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്തുകൂടെ വരുന്നുണ്ട്? യൂണിറ്റ് കമ്മിറ്റ്മെൻറ്റോട്. യൂണിറ്റ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്താണ് ഒരു റിസർവ് കപ്പാസിറ്റി. ഇപ്പോൾ എത്രയെങ്കിലും ഒരു മെഗാവാട്ട് റിസർവ് കപ്പാസിറ്റി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റിസർവ് കപ്പാസിറ്റിയും കൂടെ വെച്ചേക്കും. അതും കൂടെ വെച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നത് യൂണിറ്റ് കമ്മിറ്റ്മെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിൽ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. എക്കണോമിക് ലോഡ് ഡിസ്പാച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് കൺസ്ട്രെയിൻസ് പറയുന്നുണ്ട്. അപ്പോൾ ആ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ ടു ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ഇൻ എക്കണോമിക് ഡിസ്പാച്ച് പ്രോബ്ലം? ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ രണ്ട് ടൈപ്പ് കൺസ്ട്രെയിൻസ് ആണുള്ളത്. ഇക്വാളിറ്റി കൺസ്ട്രെയിൻസ് ആൻഡ് നോൺ ഇനിക്വാളിറ്റി കൺസ്ട്രെയിൻസ്. ഓക്കെ, ഈ ഇനിക്വാളിറ്റി കൺസ്ട്രെയിൻസിന് വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹാർഡ് ടൈപ്പ് ആൻഡ് സോഫ്റ്റ് ടൈപ്പ് കൺസ്ട്രെയിൻസ്. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട് വളരെ ഹാർഡ് ടൈപ്പ് ആൻഡ് സോഫ്റ്റ് ടൈപ്പ് കൺസ്ട്രെയിൻസ് ആണ്. സോ ഹാർഡ് ടൈപ്പ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ആർ ഡെഫിനിറ്റ് ആൻഡ് സ്പെസിഫിക് ലൈക്ക് എന്താണ് ടാപ്പിംഗ് റേഞ്ച് ഓഫ് ആൻ ഓൺലോഡ് ടാപ്പ് ചേഞ്ചിങ് ട്രാൻസ്ഫോമർ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹാർഡ് ടൈപ്പ് കൺസ്ട്രെയിൻസ്. സോഫ്റ്റ് ടൈപ്പ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഹാവ് സം ഫ്ലെക്സിബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ദം. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? നോഡൽ വോൾട്ടേജസ്, ഇപ്പോൾ ബസ്സിൻ്റെ വോൾട്ടേജസും ഫേസ് ആംഗിൾസും അതൊക്കെയാണ് ഇതിൽ വരുന്നത് സോഫ്റ്റ് ടൈപ്പ് കൺസ്ട്രെയിൻസിൽ വരുന്നത്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇക്വാളിറ്റി കൺസ്ട്രെയിൻസ്, ഏതൊക്കെയാണ് ഇനിക്വാളിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ദ ഇക്വാളിറ്റി കൺസ്ട്രെയിൻസ് ആർ ദ ബേസിക് ലോഡ് ഫ്ലോ ഇക്വേഷൻസ് ഗിവൺ ബൈ ദീസ് ടു ഇക്വേഷൻസ് PP ആൻഡ് QP എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസ്. നമ്മൾ ലോഡ് ഫ്ലോ ഇക്വേഷൻസ് പഠിച്ചതാണ്. PI ആൻഡ് QI നമ്മൾ ലോഡ് ഫ്ലോ അനാലിസിസ് പഠിച്ചപ്പോൾ PI ആൻഡ് QI നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ അതിനെ വേറൊരു ഫോർമാറ്റിൽ ഒന്ന് എഴുതിയേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അതും കൂടെ എടുത്ത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. സോ ഇതിൽ EP ആൻഡ് FP ആർ ദ റിയൽ ആൻഡ് ഇമാജിനറി കമ്പോണൻസ് ഓഫ് വോൾട്ടേജ് അറ്റ് ദ pth node and GPQ and BPQ are the nodal conductance and susceptance between the pth and qth nodes. So equality constants എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏതൊക്കെയാണ് ലോഡ് ഫ്ലോ ഇക്വേഷൻസ് PP and QP. And now next is inequality constraints. So inequality constraints ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ജനറേറ്റർ. സോ ഇനിക്വാളിറ്റി കൺസ്ട്രെയിൻസിലാണ് ഏതൊക്കെ വരുന്നത്? ഹാർഡ് ടൈപ്പ് ആൻഡ് സോഫ്റ്റ് ടൈപ്പ് വരും. സോ ഹാർഡ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഓൺലോഡ് ടാപ്പ് ചേഞ്ച് സെറ്റിങ്സ് ഓഫ് ട്രാൻസ്ഫോമർ അതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഹാർഡ് ടൈപ്പിൽ വരുന്നത്. ദെൻ സോഫ്റ്റ് ടൈപ്പിൽ വരുന്നത് വോൾട്ടേജ്, ഫേസ് ആംഗിൾ. ഓക്കെ, സോ അപ്പോൾ ഏതൊക്കെയാണ് ഇനിക്വാളിറ്റി കൺസ്ട്രെയിൻസ് നോക്കാം. ഫസ്റ്റ് വൺ ജനറേറ്റർ കൺസ്ട്രെയിൻസ്. സോ ജനറേറ്റർ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ KVA ലോഡിംഗ് ഓൺ എ ജനറേറ്റർ ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? √PP² + QP² and this should not exceed a pre-specified value CP. That is PP² + QP² less than or equal to CP², where CP എന്ന് പറഞ്ഞാൽ എന്താണ്? The thermal load capacity. Now the power output of the generator PP should be within the maximum or minimum value. So that is PP minimum less than or equal to PP less than or equal to PP max. So ആ PP എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു മിനിമത്തിനും മാക്സിമത്തിനും
ഇടയിലുള്ള ഒരു ലിമിറ്റിലായിരിക്കണം. സിമിലർലി അതുപോലെ റിയാക്റ്റീവ് പവർ ജനറേഷൻ നമുക്ക് എഴുതാം QP minimum less than or equal to QP less than or equal to QP max. So next is voltage constraints ആണ്. So voltage magnitude and phase angle അതിന് നമ്മളൊരു ലിമിറ്റ് പറയുന്നുണ്ട്, ഒരു മിനിമം ആൻഡ് മാക്സിമം. അപ്പോൾ ഇതാണ് വോൾട്ടേജ് കൺസ്ട്രെയിൻസ് ആൻഡ് ഫേസ് ആംഗിൾ. ഇനി അതുപോലെ അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് സ്പെയർ കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് ആണ്. ദീസ് കൺസ്ട്രെയിൻസ് ആർ റിക്വയർഡ് ടു മീറ്റ്. റണ്ണിങ് സ്പെയർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഔട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദ ഫോഴ്സ്ഡ് ഔട്ടേജസ് ഓഫ് വൺ ഓർ മോർ ഓൾട്ടർനേറ്റേഴ്സ് ഓൺ ദി സിസ്റ്റം. എന്തെങ്കിലും ഔട്ടേജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മീറ്റ് ചെയ്യാനുള്ളതാണ് ഈ സ്പെയർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ദ അൺഎക്സ്പെക്റ്റഡ് ലോഡ് ഓൺ ദി സിസ്റ്റം. സിസ്റ്റത്തിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ലോഡ് വന്നു കഴിഞ്ഞാൽ അതിനെ മീറ്റ് ചെയ്യണം. സോ അതിനുള്ളതാണ് എന്തെന്ന് പറയുന്നത് റണ്ണിങ് സ്പെയർ എന്ന് വെച്ചാൽ